വന്ന വഴി മറക്കരുതെന്ന് കാരണവന്മാർ പറയുന്നത് അതുപോലെ തന്നെ പാലിക്കുന്ന ഒരു മാനുഫാക്ചറാണ് ടാറ്റ മോട്ടോഴ്സ്. കാരണം ഇന്നിപ്പോൾ ഞാൻ ഓടിക്കുന്നത് ടാറ്റയുടെ കർവാണ്. ഈ കർവിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻഡിക്കയിൽ നിന്ന് കടമെടുത്ത X1 പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അവർ ആ പ്ലാറ്റ്ഫോം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്നാൾ സിട്രോയിൻ ബസാൾട്ട് ഓടിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ പ്ലാറ്റ്ഫോം മാക്സിമൈസ് ചെയ്യുകയാണ്. കാരണം നമുക്ക് C3 ബേസ്ഡ് ആയിട്ടുള്ള 3-4 വണ്ടികൾ, അതുപോലെ തന്നെ യൂറോപ്പിൽ ഫിയറ്റും അതുപോലെ ഓപ്പലൊക്കെ ആയിട്ട് പല വണ്ടികളായിട്ട് അവർ ആ പ്ലാറ്റ്ഫോമിനെ മാക്സിമം അതിൽ നിന്ന് മുതലാക്കുന്നുണ്ട്. പക്ഷേ ടാറ്റ ഇൻഡിക്ക പ്ലാറ്റ്ഫോം മിൽക്ക് ചെയ്ത പോലെ വേറൊരു വണ്ടി മിൽക്ക് ചെയ്തിട്ടില്ല. ഇൻഡിക്ക ബേസ്ഡ് ആയിട്ടുള്ള കുറേ വണ്ടികൾ നമുക്ക് പണ്ട് കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഇന്നും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കർവ് നമ്മളിന്നിപ്പോൾ ഓടിക്കുന്നത് ശരിക്കും X1 പ്ലാറ്റ്ഫോം അല്ല. ഇതിൻ്റെ പെട്രോൾ വേർഷനാണ് X1 ബേസ് ആയിട്ടുള്ളത്. ഇത് അവരുടെ EV സ്പെസിഫിക് ആയിട്ട് ഇവർ ഡെവലപ്പ് ചെയ്ത പുതിയ പ്ലാറ്റ്ഫോമാണ്. ടോപ്പ് ഹാറ്റ് 2 വണ്ടിക്കും സെയിം ആണ്. അതായത് മുകളിലുള്ള നമ്മൾ കാണുന്ന ആ ഒരു ബോഡി മുഴുവൻ സെയിം ആയിരിക്കും. അത് 2 വണ്ടിയിലും നമ്മൾ നേരത്തെ പഞ്ചിൽ കണ്ടിരുന്നു. ഇതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പഞ്ചിൻ്റെ അടിയിലത്തെ പ്ലാറ്റ്ഫോം മുഴുവൻ മാറ്റിയിട്ട് അവർ ഒരു EV ആർക്കിടെക്ചറിലുള്ള പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ മേളിലേക്ക് ആ പഞ്ചിൻ്റെ ബോഡി എടുത്ത് വെച്ചു. ഈ കർവ് ഒറിജിനലി ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിലാണ് ആദ്യമായിട്ട് ടാറ്റയുടെ ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം വരിക എന്നുള്ളത്. അതിനിടയ്ക്കാണ് പഞ്ച് വന്നത്. പക്ഷേ ഈ പ്ലാറ്റ്ഫോം വരാൻ താമസിച്ച അത്രയും കാലം ഇവർ ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. കുറേയധികം കിലോമീറ്റർ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മളിന്നിപ്പോൾ ഓടിക്കുകയാണ്. ഞാൻ ഉദയപൂരാണുള്ളത്, ഒരു ബിസി ടൗണിൻ്റെ നടുക്കാണ്. ഇവിടെ നിന്ന് എങ്ങനെയും പോയി കഴിഞ്ഞാൽ ഒരു ഹൈവേ എന്നുള്ള പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കൂപ്പെ SUVകളുടെ മറ്റൊരു യൂട്യൂബറിൻ്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ അതിപ്രസരമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിട്രോയിൻ ബസാൾട്ട്, ഇത് നമ്മൾ മെർസിഡീസ് GLC 43, ടു ആൻ എക്സ്റ്റെൻറ്റ് ലാംബോർഗിനി ഉറൂസും ഒരു കൂപ്പെ SUV ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒറിജിനലി ഇറങ്ങും എന്ന് പറഞ്ഞിരുന്ന കൂപ്പെ SUV ശരിക്കും പറഞ്ഞ ഇതാണ്. ബസാൾട്ട് പറഞ്ഞതിന് മുമ്പ് നമ്മൾ ടാറ്റയുടെ കൂപ്പെ SUV ഇറങ്ങും എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇത് ശരിക്കും ഒരു ക്രെറ്റ സെഗ്മെൻറ്റിലുള്ളൊരു വണ്ടിയാണ്. പക്ഷേ ബാക്കിയുള്ള ഇപ്പോൾ ക്രെറ്റ സെൽറ്റോസ് അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാറ, ഹൈ റൈഡർ അല്ലെങ്കിൽ എലിവേറ്റ് അല്ലെങ്കിൽ MG ആസ്ട്ര അല്ലെങ്കിൽ കുഷാക്ക്, ടൈഗുൺ, ഈ വണ്ടികളിൽ നിന്നൊക്കെ ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലിംഗ് ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ബോക്സി ഷേപ്പ് കൊടുത്തപ്പോൾ ഇവർ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു കൂപ്പെ സ്റ്റൈൽ കൊടുത്തു. റൂഫ് ലൈൻ ഇത്തിരി കൂടി സ്ലോപ്പിംഗ് ആക്കി. ആൻഡ് അതൊരു ഡിഫറൻഷ്യേറ്റിംഗ് എലമെൻ്റാണ്. കാരണം മറ്റു വണ്ടികളിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. ആൻഡ് ആളുകൾക്ക് അത് ഇഷ്ടമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പലരും ബൂട്ടിൽ പാഴ്സൽ ഷെൽഫിൻ്റെ ഹൈറ്റിലൊക്കെ സാധനങ്ങൾ ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ലഗേജ് സ്പേസ് ഒന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് റൂഫ് ലൈൻ വരെ ലോഡ് ചെയ്യണം അല്ലെങ്കിൽ അത്രയും എക്സ്ട്രാ പ്രാക്ടിക്കാലിറ്റി വേണമെന്നൊന്നുമില്ല. അവർക്ക് ഈ ഫാസ്റ്റ് ബാക്ക് സ്റ്റൈലിംഗ് ഇഷ്ടമോ, അതുപോലെ തന്നെ ലിഫ്റ്റ് ഗേറ്റ് മതി പല ആവശ്യങ്ങൾക്കും. അപ്പോൾ അവർക്ക് ശരിക്കും യൂസബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ബാക്ക് സ്റ്റൈലിംഗ് ഉള്ള ഇങ്ങനത്തെ ക്രോസ് ഓവറുകൾ. ആൻഡ് അത് തന്നെയാണ് അതിൻ്റെ സ്റ്റാൻഡ് ഔട്ട് ഫീച്ചറും. കാരണം ഇത് ഒറിജിനലി ഇത് വന്നപ്പോൾ നമ്മളിതിൻ്റെ കോൺസെപ്റ്റ് രൂപം കണ്ടപ്പോൾ നമുക്കറിയായിരുന്നു ഇതൊരു പുതിയ ഇറ ഓഫ് ടാറ്റ പ്രോഡക്ട്സിൻ്റെ സ്റ്റൈലിംഗ് ആണ്. ഇനി വരാൻ പോകുന്ന ടാറ്റ പ്രോഡക്ട്സ് ഒക്കെ ഇതുപോലെ ഇരിക്കും. ഒരു പുതിയ ഫ്രണ്ട് ആൻഡ് സ്റ്റൈലിംഗ്, അതുപോലെ ഒരു പുതിയൊരു ഇൻറ്റീരിയർ തീമും ഇതൊക്കെ ഈ വണ്ടിയിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടു. പക്ഷേ പിന്നീട് അത് ഫിൽറ്റർ ഡൗൺ ചെയ്തിട്ട് നമ്മൾ നെക്സോണിലും ഇതേ സ്റ്റൈലിംഗ് നമ്മൾ കണ്ടു. അതുപോലെ ഈ ഇൻറ്റീരിയേഴ്സൊക്കെ നമ്മൾ നെക്സോണിലേക്കും ടാറ്റ ഒരു വളരെ കോംപ്രിഹെൻസീവായ ഒരു ഫേസ് ലിഫ്റ്റാണ് നെക്സോണിൽ കൊടുത്തത്. അപ്പോൾ അന്നേരം അവർ ഈ ഇൻറ്റീരിയേഴ്സും ഇതൊക്കെ അതുപോലെ തന്നെ നെക്സോണിൽ കൊടുത്തു. അതിൽ തന്നെ പല എലിമെൻറ്റ്സും നമ്മൾ ഹാരിയറിലും സഫാരിയിലും കണ്ടു. അപ്പോൾ അന്ന് കാണുന്ന ഒരു ഫ്രഷ്നെസ്സും അപ്പോൾ കാണുന്ന ഒരു വാവ് ഫാക്ടറൊന്നും ഇന്നിപ്പോൾ ഈ വണ്ടി കാണുമ്പോൾ ഇല്ല. കാരണം നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഇതേ സ്റ്റൈലിംഗ് നമ്മൾ നെക്സോണിൽ കണ്ടു. ഫ്രണ്ടിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു നെക്സോൺ EV പോലെ തന്നെ തോന്നുക. ഇതിൻ്റെ ഐസ് വേർഷൻ്റെ സ്റ്റൈലിംഗ് കുറച്ചും കൂടി സഫാരിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. പക്ഷേ ഈ ഒരു വേർഷൻ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നെക്സോൺ EV പോലെ തന്നെയാണ്. ആകെ ചെറിയ ഡിഫറൻസ് ഉള്ളത് ആ ഹെഡ് ലാമ്പിൻ്റെ അടിയിൽ വരുന്ന പീസുമുള്ള സിൽവർ ലൈൻസ് ഒന്നുമില്ല. അതുപോലെ എയർ ഡാമിനൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ബമ്പറും ഹെഡ്ലൈറ്റും DRLും അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ വളരെ സിമിലറാണ്. സൈഡിലേക്ക് വരുമ്പോഴും നമുക്ക് ആ കാണാൻ പറ്റും ആ വിൻഡോ ലൈനൊക്കെ റൈസ് ചെയ്യണ സെയിം ആംഗിളാണ്. പക്ഷേ കുറേ കൂടി ക്ലീനർ ഡിസൈനാണ്. സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടിയും ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. കർവ് എന്ന് പേര് കൊടുക്കുന്ന ആ റൂഫ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു വലിയൊരു കർവാണ് ശരിക്കും ആ ഷേപ്പ്. പക്ഷേ ബാക്കിയെല്ലാം കർവ് എന്ന് വിളിക്കാനായിട്ട് ഇതിൽ കർവ്സ് ഒന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് എഡ്ജഡ് ആയിട്ടുള്ള പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആണ്. ബാക്കിലേക്ക് വരുമ്പോൾ പലർക്കും ആ ഒരു ടെയിൽ ലൈറ്റൊക്കെ കാണുമ്പോൾ ഒരു ലാംബോർഗിനി ഉറൂസൊക്കെ ചായ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ മീംസൊക്കെ അങ്ങനെ ഇറങ്ങുമായിരുന്നു. പക്ഷേ എന്നാലും ഓവറോൾ സ്റ്റൈലിംഗ് വർക്ക് ചെയ്യും. കാരണം ഇതിനൊരു സ്റ്റാൻഡ് ഔട്ട് ഡിസൈൻ ഉണ്ട്. പലർക്കും ഇതിനാലും ബസാൾട്ടിൻ്റെ സ്റ്റൈലിംഗ് ആണ് ഇഷ്ടമായത്. അത് ഇത്തിരി ഓൾഡ് സ്കൂളാണ്. പക്ഷേ എന്നാലും ഇറ്റ് സ്റ്റിൽ ലുക്സ് ഗുഡ്. എനിക്ക് ഈ ആംഗുലർ സ്റ്റൈലിംഗും പൊതുവെ ഇഷ്ടമാണ്. കാരണം ഇതൊരു ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ ആണ് നമ്മൾ കാണുമ്പോൾ. ഇപ്പോൾ മോഡേൺ വണ്ടികളുടെ ഒരു സ്റ്റൈലിംഗ് ഇതിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത്. ഓൾമോസ്റ്റ് സെയിം ലെങ്ത് ആണ് രണ്ട് വണ്ടികളും. ദിസ് ഇസ് 4.3 meters. അപ്പോൾ അതുകൊണ്ട് സിമിലർ സൈസ്ഡ് ആണ്. ഇതിൻ്റെ സ്റ്റൈലിങ്ങിലൊരു ഡ്രോബാക്ക് പറയാനാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് വളരെ റേസ്ഡ് ആണ്. കുറച്ചൊരു ഇത്തിരി ഓക്വേർഡായിട്ടുള്ളൊരു ആംഗിളിൽ വളരെ പൊങ്ങിക്കണ പോലെ തോന്നും ഫ്രണ്ട് 3/4 കാണുമ്പോൾ. പക്ഷേ അത് എൻ്റെ അതിൻ്റെ സ്റ്റൈലിങ്ങിന് വലിയ കുഴപ്പമൊന്നും പറയാനില്ല. അവർ നല്ല സൈസുള്ള വീൽസ് കൊടുത്തിട്ടുണ്ട്. 18-inch വീൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ലുക്സ് ദ പാർട്ട്. നമ്മൾ ഈ സെഗ്മെൻറ്റിൽ വേറെ വണ്ടികൾക്കൊന്നും അങ്ങനെ 18-inch വീൽ കണ്ടിട്ടില്ല. അൽക്കസാറിന് മാത്രം ആകെ 18 ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൻ്റെ ലോവർ വേർഷൻസിന് 17-inch വീൽസ് വരുന്നുണ്ട്. ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാനായിട്ട്. പക്ഷേ എന്നാലും ഈ ഒരു വീല് കാണാൻ കൊള്ളാം. ഈ ടാറ്റയുടെ EVകളിലുള്ള പോലെ ഇതിനൊരു ബ്ലാക്ക് എയറോ ഇൻസേർട്ടാണ് അതിന് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു എസ്തെറ്റിക് ലുക്കിനും എയറോഡൈനാമിക്സിനും വേണ്ടിയിട്ട്. ഇതിൻ്റെ ഐസ് വേർഷൻ
വേർഷൻസിന് നെക്സോണിൽ യൂസ് ചെയ്യുന്ന സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. വീൽ ബേസ് കൂട്ടിയിട്ടുണ്ടെന്നുള്ളൂ 60 ഓളം. ബാക്കിയെല്ലാം നെക്സോണായിട്ട് വളരെ സിമിലർ ആണ്. ഫ്രണ്ട് സബ് ഫ്രെയിംസ് നോക്കുകയാണെങ്കിലും ഫ്ലോർ പാൻ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ റിയർ സസ്പെൻഷൻ്റെ ലേഔട്ടും എല്ലാം നെക്സോണായിട്ട് വളരെ സിമിലർ ആണ്. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ വളരെ ഫെമിലിയർ ആണ്. കാരണം നമ്മൾ നെക്സോണിൽ കണ്ട സെയിം ഡാഷ്ബോർഡും അതേ ലേഔട്ടും അതേ സീറ്റ്സും അതേ ഡോർ പാഡ്സും ഒക്കെ തന്നെയാണ്. സ്റ്റിയറിംഗ് വീല് മാത്രം ഡിഫറൻ്റ് ആണ്. കാരണം നമ്മൾ സഫാരിയിൽ കണ്ട പോലത്തെ സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഇതിൽ കൊടുക്കുന്നത്, 4 സ്പോക്കാണ്. ബാക്കി ഡ്രൈവിംഗ് പൊസിഷനും സീറ്റിങ്ങും എല്ലാം നമ്മൾ നെക്സോണായിട്ട് വളരെ സിമിലർ ആണ്. കുറേ ഫീച്ചേഴ്സ് കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വേർഷന് നമുക്ക് ഡ്രൈവർ സീറ്റ് 6 വേ പവേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. ആ സൈഡിൽ പവർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, പക്ഷേ 2 സൈഡിനും വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. 2 സ്ക്രീനുകളുണ്ട്. ഇത് 10.25 ഇഞ്ചാണ്, ഇത് 12.3 ഇഞ്ചാണ്. ഈ ഒരു ഡിസ്പ്ലേയിൽ പക്ഷേ കുറേ കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് മാപ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് ഒക്കെ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തെങ്കിലും വണ്ടി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഹ്യുണ്ടായിലും കിയയിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു വട്ടത്തിൻ്റെ അകത്തുള്ളൊരു ചെറിയൊരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിൻ്റെ അകത്തും കുറേ അധികം പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. IRA എന്ന് പറയുന്ന ആപ്പൊക്കെ കുറേ കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ചാർജേഴ്സ് കാണിക്കും, അത് ഓക്യുപ്പൈഡ് ആണോ എന്നുള്ളത് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ റൂട്ട് സെറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് അതിന് റെക്കമെൻഡേഷൻസ് ഉണ്ടാവും, ഇന്ന പോയിന്റിൽ ചാർജ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അവിടെ പോകാം എന്നുള്ളത്. കുറച്ചും കൂടി ക്ലെവർ ആയിട്ടുണ്ട്. ഇതിലൊരു 9 സ്പീക്കർ JBL ഓഡിയോ സിസ്റ്റം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സബ് വൂഫറും ഉണ്ട് അതിന് അഡീഷണൽ ആയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമറ്റ് കൺട്രോളിൽ നമുക്ക് എയർ പ്യൂരിഫയറും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻസൊക്കെ ഇവിടെ ഈ ഒരു ടച്ച് പാനലിലേക്ക് മാറ്റിയിട്ടുണ്ട് പുതിയ ഡാറ്റകളിലുള്ള പോലെ. നെക്സോൺ EVയിൽ കണ്ട പോലത്തെ ഗിയർ സെലക്ടറാണ്. ഇവിടെ ഒരു റോട്ടറി ഡയലുണ്ട് നമുക്ക് ഡ്രൈവ് മോഡ്സിന് വേണ്ടിയിട്ട്. അതുപോലെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു പാൻഡ്രോമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. നെക്സോണിലൊക്കെ സാധാരണ ചെറിയ സൺറൂഫാണ്. ഇതിൽ പേര് പോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഒരു സൺറൂഫും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീറ്റും ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലൊന്നും യാതൊരു കുറ്റവും പറയാനില്ല. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു കമാൻഡിങ് വ്യൂ കിട്ടുന്നുണ്ട്, നല്ല വിസിബിലിറ്റി ഉണ്ട്. റിയർ വേർഡ് വിസിബിലിറ്റി കൂപ്പേ സ്റ്റൈലിംഗ് കാരണം കുറച്ച് മോശമാണ്. കാരണം ഈ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെറ്റർ ബോക്സിൻ്റെ അകത്ത് നമ്മൾ പുറത്തോട്ട് നോക്കുന്ന പോലെയാണ്, നമുക്കൊന്നും കാണുന്നില്ല. ഏത് വണ്ടിയാണ് പോയതെന്നൊക്കെ നമ്മൾ എന്തുസിയാസ്റ്റുകൾ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ ഡൈലൈറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു ഹൈറ്റിലാണത്. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലെഗ് റൂം ഉണ്ട് നെക്സോണിലും. കാരണം ലോങ്ങർ വീൽ ബേസ് ആയതുകൊണ്ട് ഹെഡ് റൂം ആക്ച്വലി കുറവാണ്. കാരണം റൂഫ് കൂപ്പേ സ്റ്റൈലിൽ പോകുന്നതുകൊണ്ട് അവരോട് കുറച്ച് സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ഹെഡ് റൂം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും ഹെഡ് റൂം കുറച്ച് ലിമിറ്റഡ് ആണ്. ആൻഡ് ഇതൊരു EV ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്ലോർ കുറച്ചും കൂടി ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡിലിരിക്കുമ്പോൾ അണ്ടർ തൈ സപ്പോർട്ട് കുറച്ച് കുറവാണെന്നുള്ളത് തോന്നും. സിട്രോൻ ആ ഒരു കാര്യത്തിലും ക്ലെവറാണ്. കാരണം അവർ അഡ്ജസ്റ്റബിൾ സ്ക്വാബ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അണ്ടർ തൈ സപ്പോർട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ബാക്ക് സീറ്റിന് 2 ലെവൽ ഓഫ് റിക്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സീറ്റ് കുറച്ച് റിക്ലൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഹെഡ് റൂം ഒരു അല്പം പരിഹരിക്കാൻ പറ്റും. സീറ്റിന് 60-40 സ്പ്ലിറ്റ് ഉണ്ട്. ബൂട്ട് വളരെ വലുതാണ്, 500 ലിറ്റേഴ്സ് ഉണ്ട്. അതുകൂടാണ്ട് ഫ്രണ്ടിൽ ചാർജിങ് കേബിളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫ്രൂട്ടും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ബൂട്ട് കർവിന് കുറച്ചും കൂടി എയറോഡൈനാമിക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ്. അതും ചെറിയ LEDs കൊടുത്തിട്ടുണ്ട് രാത്രി കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫ്രണ്ടിൽ ചാർജിങ് ലിഡ് ഇലക്ട്രിക് ആയിട്ടാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ആയിട്ട് തുറക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അടയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിലൊക്കെ വണ്ടി ഓടി തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. അതുപോലെ തന്നെ നമുക്ക് ബൂട്ടിലും ഇലക്ട്രിക് ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. അതിന് ജസ്റ്റർ കൺട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാല് വേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഓപ്പൺ ആവുന്ന ഹൈറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡോർ ഹാൻഡിൽസിന് നമ്മൾ XUV 700 കണ്ട പോലെ ഇലക്ട്രിക് ക്ലോസിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അത് സ്പ്രിംഗ് ലോഡറാണ്. സോ ദാറ്റ്സ് വൺ ലെസ് തിങ് ടു ഗോ റോങ്. പറയാൻ കാരണം ടാറ്റയുടെ ഇലക്ട്രോണിക്സ് ഇപ്പോഴും സോർട്ടഡ് അല്ല. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വണ്ടിയുടെ DRLs പ്രോപ്പറായിട്ട് കത്തുന്നില്ല, ഒരു സൈഡിൽ മാത്രമേ കത്തുന്നുള്ളൂ. 2-3 വണ്ടികളിൽ ഞാനിത് നോട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്രയും വണ്ടികൾ ഒരു മീഡിയ ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരു 20-25 വണ്ടി ഇവർക്ക് പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവരോട് നമുക്ക് പറയാൻ പറ്റില്ല ഈ പ്രൊഡക്ഷൻ വണ്ടികൾ മുഴുവൻ കുറ്റമറ്റതായിരിക്കണം എന്നുള്ളത്. ടാറ്റയുടെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് പരിതാപകരമാണ്. അതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മൾ ഓരോ വീഡിയോയുടെ ഇടയിൽ വണ്ടിയുടെ ക്വാളിറ്റിയിലുള്ള ഇഷ്യൂസൊക്കെ ഓരോരുത്തരും വന്നിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ കുറേ ഫ്രണ്ട്സിനും പല ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ലോങ് ടേമറുകളിൽ പോലും പലപ്പോഴും പല ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. എനിവേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. നമുക്കിപ്പോൾ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ പറയാം. നമുക്ക് ഇതിൻ്റെ പവർ ട്രെയിനെ കുറിച്ച് സംസാരിക്കാം. 2 പവർ ഔട്ട്പുട്ട്സിൽ കർവ് അവൈലബിൾ ആണ്. കർവ് 55 കർവ് 45 ആണ്. 55 എന്ന് പറയുന്നത് 55 kWh ബാറ്ററി പാക്കാണ്. പ്രിസ്മാറ്റിക് സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. IP67 റേറ്റിംഗ് ഉണ്ട് ബാറ്ററിക്ക്. അപ്പോൾ അതും നമ്മുടെ 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയും ചേർക്കുമ്പോൾ നമുക്കൊരു 450 mm വാട്ടർ വെയ്ഡിങ് കേപ്പബിലിറ്റി ടാറ്റ അവകാശപ്പെടുന്നുണ്ട്. ഈ ഒരു ബാറ്ററി പാക്കിന് അവർ ഒരു 70% വോളിയോമെട്രിക് ഡെൻസിറ്റി പറയുന്നുണ്ട്. അതായത് ബാറ്ററി പാക്കിൻ്റെ 70% അത് എനർജി ഡെൻസ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു 8% ബെറ്റർ ആണ് മുന്നേ ഉണ്ടായിരുന്ന ബാറ്ററി പാക്കിനേലും. നമ്മൾ നെക്സോണിൽ കണ്ട പോലെ 2nd ജനറേഷൻ ആ ഒരു സീരീസിലുള്ള മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. 167 bhp 215 Nm ടോർക്കാണ് ഇതിന് ഉള്ള ഔട്ട്പുട്ട്. 45 kWh ബാറ്ററി പാക്ക് ഉള്ളതിന് 150 bhp ഉള്ളൂ. ഇത് 167 ഉണ്ട്. സോ 10 kWh നമുക്ക് 17 bhp ആണ് നമ്മൾ 55 മേടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത്.
ഇതിൻ്റെ 0 to 100 ടൈം ടാറ്റ ക്ലെയിം ചെയ്യുന്നത് 8.6 seconds ആണ്. 45 kWh ബാറ്ററി പാക്കിന് 9 secondsൻ്റെ അടുത്തെടുക്കും. ഇതിൻ്റെ പാസിംഗ് ആക്സിലറേഷൻ ഒരു ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഒരു 20 to 60% മുന്നത്തേക്കാൾ ബെറ്റർ എന്നാണ്. മുന്നത്തേക്കാൾ എന്ന് പറയുമ്പോൾ നെക്സോണിലായിരിക്കും. നമ്മളിത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കിത് വളരെ ഫാസ്റ്റായിട്ട് തോന്നും. കാരണം ഇപ്പോൾ ഒരു ടർബോ പെട്രോളിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ടർബോ സ്പൂൾ ആവാൻ വേണ്ടി കാത്തിക്കണ്ട, ഗിയർ ഡൗൺ ചെയ്ത് എഞ്ചിൻ RPM കയറുന്ന വരെയൊന്നും കാത്തിക്കണ്ട. ഇൻസ്റ്റൻറ്റ് പവർ ആയതുകൊണ്ട് യു ആർ റിയലി ഫാസ്റ്റ്. നമ്മൾ പലയിടത്തുനിന്നും എടുത്തു പോകുമ്പോഴൊക്കെ അത് വളരെ ക്വിക്കായിട്ട് തോന്നുന്നുണ്ട്. ഇന്നിപ്പോൾ കാലത്ത് ഇവിടെ റോഡൊക്കെ വെറ്റായിരുന്ന സമയത്ത് നമ്മൾ എവിടെ ആക്സിലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്പോർട്ട് മോഡിൽ ഇത് ചെറിയ രീതിയിൽ വീൽ സ്പിന്നൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു. 3 ഡ്രൈവ് മോഡ്സിലും പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ ബാക്കിൽ പാഡൽസ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ള റീജൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് റിയലി ഗോസ്. ആൻഡ് നമ്മൾ ഹൈ സ്പീഡിലൊക്കെ കോർണർ ചെയ്യുമ്പോഴും നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ വെയിറ്റ് ഒക്കെ വളരെ ലോ ആയിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിന് 50-50 വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ടാറ്റ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതുപോലെ റോളർ ആക്സിസ് ഒക്കെ വളരെ ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഹാൻഡ്ലിംഗ് ഈസ് റിയലി ഗുഡ്. 215 സെക്ഷൻ ടയേഴ്സാണ്. ഇതിന് അത്ര ഗ്രിപ്പൊന്നുമില്ല. പക്ഷേ ആ ഒരു ഷാസി അത് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഫീൽസ് റിയലി സ്റ്റിഫ്. നമുക്ക് ഓടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഷാസിയുടെ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം ഇവർക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോംപ്ലൈൻ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ റൈഡ് അത്ര കാര്യമായിട്ട് സഫർ ചെയ്യുന്നില്ല. ഓക്കെ, ചെറിയൊരു ഫേംനെസ് ഉണ്ട്, പക്ഷേ എന്നാലും ഇറ്റ് സെറ്റിൽസ് ഡൗൺ നൈസ്ലി. നമുക്ക് ഫാസ്റ്റായിട്ടൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്തൊക്കെ ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് കർവ് EV. നമുക്ക് ഇതിൻ്റെ ബ്രേക്സും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ബാക്കിൽ വണ്ടികളൊന്നുമില്ല. സോ 120 റിയലി ഗുഡ്. ആ ടയേഴ്സിന് വേണ്ടത്ര ഗ്രിപ്പില്ല, പക്ഷേ ബ്രേക്സ് ആർ റിയലി ഗുഡ്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് പെഡൽ ഫീലും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കർവിൽ കുറേ അഡാസ് ഫീച്ചേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലെയിൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട്, അതുപോലെ ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ് ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, കൊളീഷൻ വാർണിംഗ് ഉണ്ട്, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയി ക്രാഷ് ചെയ്യണമെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 6 എയർ ബാഗ് ഉണ്ട്. അതുപോലെ തന്നെ ടാറ്റയുടെ സ്റ്റീലുമേ ലാഭം പിടിക്കാത്ത പോലത്തെ ഒരു ക്രാഷ് സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മളിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എല്ലാവരും മനസ്സിലുള്ള ചോദ്യമാണ് ഇതിൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. MIDC സൈക്കിൾ പ്രകാരം ഇതിന് 585 കിലോമീറ്ററാണ് ഇതിൻ്റെ സർട്ടിഫൈഡ് റേഞ്ച്. അത് നമുക്കറിയാം അത് കിട്ടില്ല എന്നുള്ളത്. കാരണം അത് ഇന്ത്യൻ ഡ്രൈവിംഗ് സൈക്കിളിൽ അവർ പറയുന്ന പോലത്തെ ഒരു സ്പെസിഫിക് ഡ്രൈവിംഗ് പാറ്റേണിൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡാറ്റയാണ്. ടാറ്റ പക്ഷേ കുറച്ചും കൂടിയും റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേയും കൂടി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് തരുന്നുണ്ട്. അവരുടെ ഇൻറ്റേർണലി C75 എന്ന് വിളിക്കുന്ന ഒരു ഡാറ്റയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അവർ ഇത്രയും കാലം വിറ്റ നെക്സോൺ EVകളും അതുപോലെ ടിയാഗോ EVകളും അതുപോലെ ടിഗോർ EVകളുടെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് അവരൊരു ആവറേജ് എടുത്തേക്കണതാണ്. അപ്പോൾ അതായത് 4 ബില്യൺ കിലോമീറ്റർ ഓടിയ ഡാറ്റ അവരുടെ അടുത്തുണ്ട്. അത് അവരെടുത്തിട്ട് അതിൽ ലോഡ് ഫാക്ടേഴ്സ്, ആംബിയൻ ടെമ്പറേച്ചർ, അതുപോലെ എയർകോൺ യൂസേജ്, അതുപോലെ ഡ്രൈവിംഗ് സ്പീഡ്, ഡ്രൈവിംഗ് സ്റ്റൈല്, നമ്മൾ എത്ര ത്രോട്ടിൽ യൂസ് ചെയ്യുന്നു, ഈ വക ഡാറ്റ എല്ലാം കൂടിയും വെച്ചിട്ട് അവരൊരു ആവറേജ് എടുത്തേക്ക്. അപ്പോൾ ഇന്ത്യക്കാരുടെ ഒരു ടിപ്പിക്കൽ ഡ്രൈവിംഗ് സ്റ്റൈലിനെ പറ്റിയിട്ട് അവർക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇവർ പറയുന്നത് ഇതൊരു 400-നും 425-നും ഇടയിൽ ഓടും എന്നുള്ളതാണ്. അത് കുറേയും കൂടിയും റിയലിസ്റ്റിക് ആണ്, കുറേയും കൂടിയും ബിലീവബിൾ ആണ്. കാരണം നമുക്കറിയാം ഏകദേശം അത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ റേഞ്ച് എന്നുള്ളത്. ഇപ്പോൾ ഫുൾ ചാർജിൽ ഞാൻ എടുക്കുന്ന സമയത്ത് 400 കിലോമീറ്ററിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഇതിന് മുമ്പ് ഓടിച്ച ആളുടെ ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ അനുസരിച്ചിട്ടാണ് ആ ഡാറ്റ നമുക്ക് കാണിക്കുക. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററി കൺസംഷനും ഇതിൻ്റെ ബാറ്ററി ബാക്കിൻ്റെ സൈസും വെച്ചിട്ട് നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത ഒരു 400-ന് മുകളിൽ ഓടും എന്നുള്ളത് നമുക്ക് സേഫായിട്ട് പറയാൻ പറ്റും. ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജിങ് ടാറ്റ പറയുന്നത് 70 kW വരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് DC ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 10 to 80% ആക്കാൻ നമുക്കൊരു 40 മിനിറ്റോളം മതി. അതുപോലെ തന്നെ നമുക്കൊരു 150 കിലോമീറ്ററിൻ്റെ റേഞ്ച് നമുക്കൊരു 15 മിനിറ്റിനുള്ളിൽ ആഡ് ചെയ്യാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കർവ് EVയുടെ വിശേഷങ്ങൾ. നമ്മൾ പലപ്പോഴും മീഡിയ ഡ്രൈവുകളിൽ നമ്മളൊരു വണ്ടി റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രൈസിങ് അറിയാറുണ്ടാവില്ല. കാരണം ലോഞ്ച് പിന്നീട് നടക്കാറുള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടി നമുക്കറിയാം ഇതിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളത്. നെക്സോണിനേക്കാൾ ഒരു 2.5-3 lakhs കൂടുതലുള്ളൂ. ഫോർ ദാറ്റ് യു ഗെറ്റ് എ ലോട്ട് മോർ ഫീച്ചേഴ്സ്, ലോട്ട് മോർ പെർഫോമൻസ് ആൻഡ് ലോട്ട് മോർ സ്റ്റൈൽ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ലൊരു വാല്യൂ പ്രൊപ്പോസിഷനാണ്. അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് ഫാമിലി SUV വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ കർവ് കൺസിഡർ ചെയ്യുമോ, അതോ കുറച്ചും കൂടി ലോവർ പ്രൈസ് പോയിന്റിൽ നെക്സോണിന് ഇപ്പോൾ കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട്സും ഉണ്ട്. 1.8 lakhs ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. സോ ആ പ്രൈസ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞ പോലെ 3 lakhs അല്ല, 4.8 lakhs വരെ ഡിഫറൻസ് ഉണ്ടാവും വേരിയൻസ് തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് അതാണോ നിങ്ങൾ പിക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൊന്ന് അറിയിക്കുക. നമുക്ക് മറ്റൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.